അവിടെ സമ്മതിക്കൂല, പക്ഷെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. എനിക്കൊരു സംശയമുണ്ട്, ഇനി ചിലപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരിക്കണമെങ്കിലോ അങ്ങനെയാണെങ്കിലോ. നിങ്ങളുടെ നാക്കെടുത്ത് മടക്കല്ലേ എന്റെ പൊന്നു ക്ലീറ്റോ ഉണ്ട്. അവിടെ മുഖം കണ്ടാലും സമ്മതിച്ചൂടെ? അത് വാശി. നിങ്ങൾ വിളിക്കും, നിങ്ങൾ ചോദിക്കും. നമുക്ക് പോവാം. വേണ്ടെന്ന് ചോദിക്കുന്നു. ഓ ഇനി ഞാൻ ചോദിച്ചാൽ അത് പറയുന്നുണ്ട് ഉറപ്പ്. ജമന്തി 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 വന്നേ. ഭയങ്കര തലവേദന. അയ്യോ തലവേദനയാണെങ്കിൽ നിക്കണ്ട. ഇരിക്കി. തലവേദനക്കാരൊന്നും നിക്കാൻ പാടില്ല. വെറും തലവേദന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ നാത്തൂനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ. എന്റെ പൊന്നെ, ഞാൻ വെറുതെ എന്റെ വീട്ടിൽ വന്നു, എനിക്ക് വരാനും പാടില്ലേ? തലവേദന മാത്രമേ ഉള്ളൂ, ചുമ്മാതെ. വേറെ വിശേഷമൊന്നുമില്ല. വിശേഷമൊന്നുമില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയേ? അയ്യോ ദേഷ്യപ്പെടണ്ട. ഇനി തലവേദന കൂടിയാ പിന്നെ ഗുളിയൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാനൊന്ന് സ്വൈര്യമായിട്ട് കിടന്നോട്ടെ നാത്തൂനെ. കിടന്നോ? അല്ല ഇപ്പൊ കിടക്കാൻ പാടില്ല. കിടക്കണ്ട, അവിടെ ഇരുന്നോ. അധികം അങ്ങനെ കിടന്നുകൂടാ. എന്താന്നറിയാമോ, പണ്ട് ഇതുപോലെ ഇരുന്നപ്പോ നീയും കുറച്ച് നമ്പറൊക്കെ കാണിച്ചല്ലോ എന്നോട്. അത് ഈ സമയത്ത് പെണ്ണുങ്ങളെല്ലാം കാണിക്കുന്നത്. ഓ അത് തന്നെ. എന്നാലും ഇതേ ഇവിടെ സ്കൂൾ നാടകത്തില് മികച്ച നടിക്കുള്ള അവാർഡ് മേടിച്ചു എന്ന് പറയുമ്പോ ഇത്രയും അങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്ന് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. ഉള്ള അഭിനയൊന്നും ശരി. കാണിക്കണം എന്തുവാടി? ഇപ്പൊ രണ്ടുപേർക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ടായേ. കാര്യം പറ. ഇനി കേട്ടിയോ വന്നാലേ ഇത് പറയുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മതി. എന്തെങ്കിലും വേണം ഇപ്പൊ? എന്തെന്ന് വേണം? കുറച്ച് മനസ്സമാധാനം വേണം. നീ ആ ഏത്തക്ക മറ്റേ റവയിലിട്ടുണ്ടാക്കിട്ട് വരട്ടി. അത് വേണോ? നല്ലതാ, ഏത്തക്ക നല്ലതാ. ദേഷ്യം ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ. ദേഷ്യപ്പെടരുതേ. ഇത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ സന്തോഷം വരണ സമയത്ത് ദേഷ്യം കാണിച്ചു? അമ്മേനെ വിളിക്കണോ? എന്തിന്? കാര്യം അറിയാൻ ഇനി അമ്മ ഇറങ്ങണോ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യൊന്നും. അവനോട് പറഞ്ഞപ്പോ എന്താ അവൻ വരില്ലേ? അവനിപ്പോ വരുമായിരിക്കും. ഇനിയിപ്പൊ അവനോട് പറയാനേ പറ്റുള്ളെങ്കിൽ പറയട്ടെ, നമ്മളെ കാര്യമല്ലല്ലോ. നമ്മള് സാവകാശം അറിഞ്ഞാ മതി. പക്ഷെ എന്നാലും ഇങ്ങനെ രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കാൻ എന്തെങ്കിലും തരണോ? അയ്യോ ദേഷ്യം കാണിക്കരുത് മോളെ, ഈ സമയത്ത് ദേഷ്യം പാടില്ല. എന്തൊരു ദേഷ്യമാണ് ഈ കൊച്ചിന്റെ. കനകൻ എന്തിനാ ഓടണേ? അത് സാരല്ല, അതൊക്കെ ഒരു നല്ല കാര്യത്തിനല്ലേ. നീ പറയാനുള്ള പറഞ്ഞോ. അളിയാ, നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഉമ്മറത്തുണ്ടാവുന്ന വിചാരിച്ചില്ല. ഞാനൊരു സാധനം കൊണ്ടുവന്നോ. തങ്ക ഈ സന്തോഷം വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല സാരിയോ അല്ലെങ്കിൽ വല്ല മൊബൈൽ ഫോൺ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതിയാവുന്ന കരുതി. അപ്പൊ ഫാസിലാ പറഞ്ഞു, എടേ ഈ സമയത്ത് അതൊന്നുമല്ല നല്ലത്, നല്ല പച്ചമാങ്ങയാണ്. അപ്പൊ കടയിൽ പോയി നോക്കുമ്പോ ഈ വിഷം അടിച്ചതല്ലേ, അത് വേണ്ടല്ലോ. അങ്ങനെ ഒരു മാവിന്റെ മുകളിലങ്ങ് വലിഞ്ഞു കയറി പൊട്ടിച്ച്. അല്ല അളിയ ഇതെന്താ നിന്റെ മുഖത്ത് പൂച്ച മതിയാ? ഇത് മാവേലും മാങ്ങ പറിക്കാൻ കയറി പൊരഞ്ഞു വീണാണ് ഉരുമ്പടിച്ച്. എന്റെ ഏട്ടാ, ഈ മാങ്ങയ്ക്ക് വേണ്ടിട്ടാണ് ഉരുണ്ട് വീണത്. അല്ലാതെ പിന്നെ അല്ല. ഇപ്പൊ എന്തിനാ ഈ മാങ്ങ? അത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ. എനിക്ക് എന്തിനാന്ന് മാങ്ങ? ഞാൻ വല്ല ഗർഭിണിയായിട്ടാണോ? അപ്പൊ അല്ലേ എന്തായിട്ട് നിങ്ങൾ ഈ പറയണേ? ജമന്തി, നീ അധികം ഉരുണ്ട് കളിക്കരുത് കേട്ടോ. നീ നമ്മുടെ ജോഷിയുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്നോ? പോയി. പോയിട്ട് അവിടെ പോയിട്ട് നീ മറ്റേ കാർഡ് മേടിച്ചായിരുന്നില്ലേ? 50 രൂപയുടെ ഒരു കാർഡ് മേടിച്ചു. വിലയൊന്നും എനിക്കറിയത്തില്ല, കാർഡ് മേടിച്ചല്ലോ. 50 രൂപയുടെ റീചാർജ് കൂപ്പൺ 50 രൂപയാണ്. അതിനി പറയാനൊന്നുമില്ല. റീചാർജ് കൂപ്പണോ? നീ ഇത് കൊണ്ടോന്ന് അറിയാനുള്ള കാർഡ് അവിടുന്ന് മേടിച്ചില്ലേ? ക്ലീറ്റോ ചേട്ടൻ എന്താ? റീചാർജ് കൂപ്പൺ അല്ല, നീ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്ന കാർഡ് മേടിച്ചില്ലേ? ഞാൻ മേടിച്ചില്ല. മേടിച്ചു. ജോഷി അങ്ങനെ നുണ പറയത്തില്ല. ജോഷി എന്നോട് പറഞ്ഞാണല്ലോ നീ അവിടെ വന്നത് മേടിച്ചു. അത് എന്റെ അപ്പുറത്തൊരു പെണ്ണ് നിപ്പുണ്ടായിരുന്നു. ആ പെണ്ണിന് ഇത് പറയാൻ അറിയാൻ പാടാത്തോണ്ട് ഞാനാ പറഞ്ഞു മേടിച്ചു കൊടുത്തു. അതാണോ? അപ്പൊ നിനക്ക് എനിക്ക് അപ്പൊ ഒന്നുമില്ലല്ലേ? അളിയാ സോറി അളിയാ, ആ ജോഷി ചതിച്ചതാ. എന്നാലും എന്റെ അളിയൻ കേറിയതും വിഴുന്നതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ളതാ. എന്നാലും അളിയാ അതിനെ ഞാൻ നാമിച്ചു.
versus Alien.